നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായിട്ട് കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിലേക്ക് പിണറായി സർക്കാർ ഈ 9 വർഷം ഭരിച്ചു എന്നും പോലീസ് വേഷത്തിൽ സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റാൻ ശ്രമിച്ച സർക്കാരാണ് ഇന്ന് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള ഉണ്ടായിട്ട് പോലും വാ മൂടിക്കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് രംഗത്തെത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു വിശ്വാസ സംരക്ഷണ യാത്ര ആരംഭിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതും. എന്നാൽ ഇപ്പോഴിതാ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പുറത്തു വരികയാണ്. മൂവാറ്റുപുഴയിലെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഉദ്ഘാടനത്തിനായി നിർമ്മിച്ച പന്തൽ തകർന്നു വീണിരിക്കുന്നു എന്ന്. ഈ പന്തൽ തകർന്നു വീണതിന് പിന്നിൽ ദുരൂഹതകളുണ്ട് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നത് അറിയാൻ അന്വേഷണമടക്കം വേണം എന്നുള്ള ഒരു ആവശ്യം കൂടെ വരുന്നുണ്ട്. എന്തായാലും മൂവാറ്റുപുഴയിലുള്ള വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഉദ്ഘാടനത്തിനായി നിർമ്മിച്ച പന്തൽ തകർന്നു വീണു എന്നതാണ് വാർത്ത. പന്തലിനകത്ത് കുടുങ്ങിയ ആളുകളെ സുരക്ഷിതമായിട്ട് തന്നെ പുറത്തെത്തിച്ചു. അപകടമൊന്നുമില്ല എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബെന്നി ബെഹനാൻ MP നയിക്കുന്ന യാത്രയുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം തുടരും എന്ന സാഹചര്യത്തിലായിരുന്നു പന്തൽ പൊളിഞ്ഞു വീണത്. പന്തലിനുള്ളിൽ കുടുങ്ങിയവർക്ക് നിസാര പരിക്കേറ്റു എന്നാണ് വിവരം. മറ്റ് ആളപായങ്ങളൊന്നും തന്നെ ഇല്ല. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണമെന്നും വലിയ അപകടം ഒഴിവായത് ആശ്വാസമാണെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു. സ്ഥിരമായി പന്തലിടുന്നവർ തന്നെയാണ് ഇവിടെയും പന്തലിട്ടത്. പരിപാടി കൃത്യസമയത്ത് നടന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെയാണ് KPCC വിശ്വാസ സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ മധ്യമേഖലാ യാത്ര ബെന്നി ബെഹനാൻ MP നയിക്കും എന്നതായിരുന്നു വിവരം. എന്തായാലും ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നതിനിടെ പെട്ടെന്ന് പന്തൽ ഒളിഞ്ഞു വീണ് ഒരു അപകട സാധ്യതയുണ്ടായത് അതിന് പിന്നിൽ ഒരു ദുരൂഹതകളുണ്ട് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതികരണമായിരുന്നു ഈ ഒരു വിഷയത്തിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നടത്തിയത്. അതായത് വിശ്വാസ സംഗമം എന്ന് പറയുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം ഗാന്ധി പാർക്കിലായിരുന്നു. അവിടെ രമേശ് ചെന്നിത്തലയാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. ആ രമേശ് ചെന്നിത്തല അത്തരത്തിൽ തുടക്കം കുറിക്കുമ്പോൾ തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അതായത് ഈ നമ്മൾ ഒന്ന് കണ്ണടച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അധികം ആരും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കിയില്ലായിരുന്നുവെങ്കിൽ നാളെ ശബരിമലയിലെ അയ്യപ്പന്റെ വിഗ്രഹം പോലും മോഷ്ടിക്കപ്പെട്ടേനെ എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന്. അതേസമയത്ത് രമേശ് ചെന്നിത്തല മറ്റൊരു ഗുരുതരമായിട്ടുള്ള വിഷയം കൂടെ ചൂണ്ടിക്കാട്ടി. അതായത് അദ്ദേഹം പ്രധാന സാഹചര്യത്തിൽ പ്രധാന ഒരു സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട വസ്തുക്കൾ, അതായത് വർഷങ്ങളോളം വരുന്ന പഴക്കമുള്ള ഓട്ടുരുളി പോലുള്ള വലിയ വലിയ പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ദേവസ്വം ആക്രവിലയ്ക്ക് വിൽക്കാൻ അല്ലെങ്കിൽ ലേലത്തിന് വിൽക്കാനുള്ള ഒരു തീരുമാനം നടത്തിയിരുന്നു എന്നുള്ളത്. അവിടെ വലിയൊരു കൊള്ള നടത്താൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ തന്റെ ഇടപെടൽ കൊണ്ടാണ് അന്ന് ആ ഒരു കൊള്ള നടക്കാതിരുന്നത് എന്നത് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു കൊള്ള തന്നെയാണ് ഇപ്പോൾ അധികാരികളുടെ ദുർഭരണം കൊണ്ട് ഇവിടെ നടന്നിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും അതേ സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കവേ തന്നെ അദ്ദേഹം മറ്റൊരു വിഷയത്തിൽ, അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഏകദേശം 8 കോടിയോളം രൂപ ചെലവായി എന്നതിനെ കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില ചോദ്യങ്ങളും രമേശ് ചെന്നിത്തല ഉന്നയിക്കുകയുണ്ടായി. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു ദിവസത്തെ പരിപാടിക്ക് 8 കോടി രൂപ ചെലവായതിന്റെ ലോജിക്ക് പിടികിട്ടുന്നില്ല എന്നും ചെലവായ തുകയുടെ വിശദാംശങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടണമെന്നുമാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയത്. കമ്മീഷൻ കൂടി ചേർത്ത തുകയാണ് 8 കോടി രൂപ എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഏതൊക്കെ ഇനത്തിലാണ് പണം ചെലവാക്കിയതെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് സ്പോൺസർമാർ നൽകുമെന്നതായിരുന്നു സർക്കാർ പറഞ്ഞത്. എന്നാൽ ഇതുവരെ ഒരു സ്പോൺസർമാരിൽ നിന്നും എത്ര രൂപ കിട്ടി എന്നതിനെ കുറിച്ച് ഒരു സൂചനയും വന്നിട്ടില്ല എന്നും ഏതാണ് ആ സ്പോൺസർ എന്നതെങ്കിലും വ്യക്തമാക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പൊളിഞ്ഞുപോയ പരിപാടിക്ക് 8 കോടി രൂപ നൽകിയ സ്പോൺസർമാർ ആരാണ് എന്നത് അറിയണം എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത്. ഇത്ര ഭീമമായിട്ടുള്ള തുക ഒറ്റ ദിവസം കൊണ്ട് ചെലവഴിക്കാൻ ഇത് വെള്ളരിക്ക പട്ടണമാണോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ഇതുവരെ 4 കോടിയോളം രൂപ ബില്ലിനത്തിൽ മാറിയിട്ടുണ്ട്. ഇതെല്ലാം ദേവസ്വം ബോർഡിന്റെ വർക്കിംഗ് ഫണ്ടിൽ നിന്നാണ് പോയിരിക്കുന്നത്. വിശ്വാസികളുടെ കാണിക്ക പണമാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ വരുമാനമായിട്ട് വരുന്നത്. വിദേശത്തു നിന്നും വൻതോതിൽ പ്രതിനിധികൾ എത്തുമെന്ന് പറഞ്ഞ പരിപാടി സർക്കാരിന്റെ അവകാശവാദം
അതിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. കൂടിപ്പോയാൽ 10-ലധികം ആളുകൾ മാത്രമേ അവിടെ അത്തരത്തിൽ വന്നിരുന്നു എന്നത് നമ്മളൊക്കെ കണ്ടതാണ്. 4000 അതിഥികൾക്കുണ്ടാക്കിയിട്ടുള്ള ഭക്ഷണത്തിൽ പോലും വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഫണ്ടിൽ കൈയിട്ട് വാരാൻ കേരളത്തിലെ വിശ്വാസി സമൂഹം അനുവദിക്കില്ല എന്നും എന്താണ് ഇതിന്റെ പേരിൽ ചെലവായിട്ടുള്ള തുകയുടെ കൃത്യമായ കണക്ക് എന്നത് വ്യക്തമാക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് രമേശ് ചെന്നിത്തല രംഗത്തെത്തുന്നത്. കോട്ടയത്തെ കുമരകത്തെ നക്ഷത്ര ഹോട്ടലുകൾക്ക് ദേവസ്വം ബോർഡ് ഇതേ പരിപാടിയുടെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ നൽകിയിട്ടുണ്ട്. ആ അഡ്വാൻസ് നൽകിയ തുകയടക്കം എന്തിനായിരുന്നു എന്നതും ആരൊക്കെയാണ് ഈ നക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ച VVIPകൾ എന്നത് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതേസമയത്ത് നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയാണ്. ഓരോ ദിവസവും ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന സ്വർണത്തിന്റെ കണക്കുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതല്ലാതെ ഈ സ്വർണം കൃത്യമായി എവിടെ വിറ്റു എന്നതിന് പോലും ഒരു തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വെറും 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളെയും കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനമല്ല ഇത് എന്നത് വ്യക്തമാണ്. അതേസമയത്ത് ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും CPM-ന്റെ അല്ലെങ്കിൽ സഖാക്കന്മാരാണ് എന്ന് തന്നെയും നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ആരൊക്കെയാണ് ഇതിന് മുൻകൈയിട്ട് നിന്നിരുന്നത് എന്നത് പുറത്തു വരേണ്ടതുണ്ട്. അതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇതിന്റെ ഭാഗമായിട്ട് വിശ്വാസി സമൂഹത്തെ മുതലെടുത്തുകൊണ്ട് നടക്കുന്ന പിണറായി സർക്കാരിന്റെ തന്ത്രങ്ങൾ പൊളിക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമത്തിന്റെയൊക്കെ ബാക്കിയായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് വിശ്വാസി സംരക്ഷണ സംഗമം ജാഥ നടത്തുകയായിരുന്നു. രമേശ് ചെന്നിത്തല ആ സാഹചര്യത്തിൽ ഉദ്ഘാടന സമയത്ത് സംസാരിച്ചത് കൂടെ കേൾക്കാം. ഇങ്ങനെ ഒരു വിശ്വാസ സംരക്ഷണ യാത്ര നടത്താനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ 9.5 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിരന്തരമായി വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു. വിശ്വാസ സമൂഹത്തിന് നേരെ വെല്ലുവിളികൾ ഉയർത്തുന്നു. വിശ്വാസികളുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തേണ്ടി വന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, 1ാം പിണറായി ഗവൺമെന്റ് കാലത്താണ് ശബരിമലയുടെ പരിപാവനത്വം തകർക്കാനുള്ള നീക്കമുണ്ടായത്. സുപ്രീം കോടതിയിൽ വിധി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുവതികളെ ശബരിമല സന്നിധാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തിയത് ഈ ഗവൺമെന്റും ഈ മുഖ്യമന്ത്രിയുമാണ്. സുപ്രീം കോടതിയിൽ വിധി ഉണ്ടായതിന്റെ കാരണം എന്താണ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന സത്യവാങ്മൂലം തിരുത്തിക്കൊടുത്ത് യുവതികളെ ശബരിമലയിൽ കയറ്റാമെന്നുള്ള സത്യവാങ്മൂലം കൊടുത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് വിധി പ്രഖ്യാപിക്കേണ്ടി വന്നത്. ശബരിമല എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളും പോകുന്ന തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ ജാതിയും മതവുമില്ല. ദേശീയ ഐക്യത്തിന്റെ മകുട ഉദാഹരണമാണ് ശബരിമല ക്ഷേത്രം. നമുക്കറിയാം, എല്ലാവർക്കും അവിടെ പോകാം, എല്ലാവർക്കും അവിടെ പോയി ആരാധിക്കാം. അർത്തുങ്കൽ ക്രൈസ്തവ ദേവാലയത്തിൽ നിന്ന് പേട്ടതുള്ളി അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലെത്തും. എരുമേലിയിലെ മുസ്ലിം ദേവാലയത്തിൽ നിന്ന് പേട്ടതുള്ളി അയ്യപ്പന്മാർ ശബരിമലയിലെത്തും. വാവരെ കണ്ട് വണങ്ങിയ ശേഷമാണ് അയ്യപ്പനെ കാണുന്നത്. അതാണ് ശബരിമലയുടെ പ്രത്യേകത. ജാതിക്ക് അതീതമായി, മതത്തിന് അതീതമായി, മനുഷ്യ സ്നേഹത്തിന്റെ മകുട ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. അവിടെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ എഴുതി വെക്കുന്ന തത്വമസി. ഇതിനേക്കാൾ വലിയൊരു സന്ദേശം എവിടെ നൽകാൻ കഴിയും? ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് മുഖ്യമന്ത്രിയെ കാണിച്ച ആ നിർബന്ധ ബുദ്ധി നമ്മൾ ആരും മറന്നിട്ടില്ല.
അത് ചെയ്യാൻ പാടുള്ളതാണോ? കലികാല വൈഭവനായ അയ്യപ്പൻ, നിത്യബ്രഹ്മചാരിയായ അയ്യപ്പൻ, ആ അയ്യപ്പന്റെ സന്നിധിയിലേക്ക് നൂറുകണക്കിന് പോലീസുകാരെ നിർത്തിക്കൊണ്ട് 2 സ്ത്രീകളെ കയറ്റിയാൻ നേതൃത്വം കൊടുത്തത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ? കേരളത്തിലെ ജനങ്ങൾ, ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ സംഭവമായത് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒന്നല്ലേ? ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് ആ സമരത്തിൽ പങ്കെടുത്തത്. രാഷ്ട്രീയമില്ലാതെ തന്നെ ജനങ്ങൾ ഒന്നിച്ചണിനിരുന്ന ഒരു സമരമാണ് കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കണ്ടത്. അന്ന് സ്ത്രീകളെ കയറ്റാൻ വേണ്ടി മുൻകൈയെടുത്ത ഗവൺമെന്റ് അല്ലേ വനിതാ മതിൽ ഇവിടെ തീർത്തത്? വനിതാ മതിൽ തീർക്കുകയും നവോത്ഥാന സമിതി ഉണ്ടാക്കുകയും വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്ത സംഭവം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. പിന്നീട് അവർ മാപ്പ് ചോദിക്കുകയും വീട് വീടാന്തരം കയറി ഇറങ്ങി ക്ഷമ ചോദിക്കുകയും ചെയ്തുള്ള മറ്റൊരു കാര്യം. ഇപ്പോഴെന്താണ് ഉണ്ടായിരിക്കുന്നത്? നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാൽ ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ നൽകുന്ന കാണിക്ക എന്ന് പറയുന്ന ഭക്തന്റെ ഹൃദയത്തിലുള്ള ഭഗവാനുള്ള അർച്ചനയാണ്. കോടിക്കണക്കിന് രൂപയാണ് അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ നേർച്ചയായി നൽകുന്നത്. 41 ദിവസം വ്രതമെടുത്ത് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കെട്ടും കെട്ടി ശബരിമലയിലെത്തുന്ന ഒരയ്യപ്പ ഭക്തൻ തന്റെ കയ്യിലുള്ള വസ്തുക്കൾ അവിടെ ഭണ്ഡാരത്തിലേക്കിടും, കാണിക്കയായിടും. ആ കാണിക്കയായിടുന്ന പണം പോലും അടിച്ചു മാറ്റാൻ മടിയില്ലാത്തൊരു കൂട്ടരാണെന്ന് ദേവസ്വം ബോർഡുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3 ദേവസ്വം മന്ത്രിമാരുണ്ടായിരുന്നു, 3 ദേവസ്വം ബോർഡുകൾ ഉണ്ടായിരുന്നു. ഈ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനത്തെ പറ്റി അന്വേഷിക്കണമെന്നുള്ളതാണ് ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന കാര്യം. ദേവസ്വം ബോർഡിനെ കൂടി പ്രതിയാക്കിയിരിക്കുന്നു. അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഒന്നൊന്നായി അടിച്ചു മാറ്റിയത് ആരാണെന്നാണ് അറിയേണ്ടത്. പ്രശസ്ത വ്യവസായിയായ വിജയ മല്യ ആ ക്ഷേത്രത്തിൽ സ്വർണം കൊണ്ട് പൊതിയുകയുണ്ടായി. ഒരു ഭക്തരെന്ന നിലയിൽ അദ്ദേഹമാണ് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണം കൊണ്ട് ആ ശബരിമല ക്ഷേത്രം പരിപൂർണമായി സ്വർണം പൊതിഞ്ഞത്. സ്വർണം പൊതിഞ്ഞ ധാരവാലക ശില്പം എവിടെ പോയി? ആ കഥകൾ എവിടെ പോയി? കട്ടിളപ്പടികൾ എവിടെ പോയി? ആര് കൊണ്ടുപോയി? ദേവസ്വം ബോർഡിന്റെ മാനുവൽ അനുസരിച്ച് ദേവസ്വത്തിലുള്ള സ്വത്തുക്കൾ വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല. അവിടെ വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് ദേവസ്വം മാനുവലിൽ പറയുന്നത്. ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ചെന്നൈയിൽ എത്തിച്ചത് ആരാണ്? കൊണ്ടുപോയ സ്വർണം അതുപോലെ തിരിച്ചു കൊണ്ടുവന്നോ? അവിടേക്ക് കൊണ്ടുപോയ ദ്വാരപാല ശില്പങ്ങളാണോ തിരികെ കൊണ്ടുവന്നത്? കൊണ്ടുപോയ ദ്വാരപാലക ശില്പം സ്വർണത്തിൽ പൊതിഞ്ഞതാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ ചെമ്പുപാളിയായി എങ്ങനെ മാറി? തിരികെ കൊണ്ടുവന്നതിലെ സ്വർണത്തിൽ കുറവ് ആര് കണ്ടെത്തി? ഇതെല്ലാം ദേവസ്വം ബോർഡുകൾ മറുപടി പറയേണ്ടതല്ലേ? ദേവസ്വം മന്ത്രിമാർ മറുപടി പറയേണ്ടതല്ലേ? ശബരിമലയിൽ കോടാനുകോടി രൂപ വിലമതിക്കുന്ന ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയത് ആരാണ്? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇതെല്ലാം അടിച്ചു മാറ്റാൻ കഴിയുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഈ സ്വത്തുക്കളൊന്നും അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. പോറ്റി 1-ാം പ്രതിയാണെന്ന്. പോറ്റി കർണാടകത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി
പ്രദർശിപ്പിച്ചു. പലയിടത്തും ആളുകളെ ക്ഷണിച്ചു വരുത്തി പൂജയിൽ പങ്കാളികളാക്കി. പ്രശസ്ത സിനിമാ താരം പത്മശ്രീ ജയറാം നല്ല മനുഷ്യനാണ്, അയ്യപ്പ ഭക്തനാണ്, അതുകൊണ്ട് അവിടെ പോയി. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. ധാരാളം ഭക്തജനങ്ങൾ പോയി, ലക്ഷങ്ങൾ അതിൽ നിന്ന് വസൂലാക്കിയെന്നാണ് പറയപ്പെടുന്നത്. തിരിച്ചു കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിയുന്നത്. എത്ര കിലോ സ്വർണമാണ് അതിൽ നിന്ന് അടിച്ചു മാറ്റിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത് അടിച്ചു മാറ്റാൻ കഴിയുമോ? അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ അറിയുന്നത് ചെമ്പ് അവിടുത്തെ കതവ് കാണാനില്ല.